ജൈനമ്മയുടെ തിരോധാനത്തിൽ മാത്രമല്ല മറ്റ് 3 സ്ത്രീകളുടെ തിരോധാനത്തിൽ കൂടി സെബാസ്റ്റ്യൻ സംശയ നിഴലിലാണ്. ബിന്ദു പത്മനാഭൻ, ആയിഷ, സിന്ധു എന്ന ബിന്ദു, അതുപോലെ തന്നെ ജൈനമ്മ. ഇപ്പോൾ ജൈനമ്മ തിരോധാന കേസിലാണ് വളരെ നിർണായകമായ വെളിപ്പെടുത്തൽ ഈ ജുവലറി ഉടമ നടത്തിയിരിക്കുന്നത്. ന്യൂസ് 18 ഈ വാർത്ത പുറത്തുവിടുന്നത്. ജൈനമ്മയുടെ സ്വർണം ഈ ജുവലറിക്കാരന് വിറ്റിരുന്നു സെബാസ്റ്റ്യൻ എന്നുള്ള വിവരമാണ്. ശരണ്യ സ്നേഹജൻ ചേരുകയാണ്. ശരണ്യ, ക്രൈംബ്രാഞ്ചിന് ഈ വിവരം കിട്ടിയിട്ടുണ്ടല്ലോ. ക്രൈംബ്രാഞ്ച് സംഘം എത്തിക്കഴിഞ്ഞോ ജുവലറിയിലേക്ക്? തീർച്ചയായിട്ടും ക്രൈംബ്രാഞ്ച് സംഘം ഇപ്പോൾ സദാശിവന്റെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജുവലറി സെബാസ്റ്റ്യനുമായി എത്തിച്ച് തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങളിലേക്ക് അവർ കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ചേർത്തല നഗരത്തിലെ 2 ഇടങ്ങളിലേക്കാണ് ഈ സ്വർണം സെബാസ്റ്റ്യൻ എത്തിച്ചത്. ജൈനമ്മയുടെ സ്വർണം എന്ന് ഏറെക്കുറെ ക്രൈംബ്രാഞ്ച് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജൈനമ്മയുടെ മാല, ഒരു പൊട്ടിയ മാല ഉൾപ്പെടെയുള്ള സ്വർണം എത്തിച്ചിട്ടുള്ളത് 1 കുന്നത്ത് ഫിനാൻസിലും, രണ്ടാമത് അതായത് ഈ സ്വർണം ഫിനാൻസിൽ നിന്നും പണയത്തിൽ എടുത്തതിന് ശേഷം പിന്നീട് അത് ഈ ശ്രീ വെങ്കടേശ്വർ ജുവലറി എന്ന ഡിവൈഎസ്പി ഓഫീസിന്റെ നേരെ എതിർവശമുള്ള ആ ജുവലറി ഉടമയ്ക്കാണ് അത് വിൽക്കാനായി ഏൽപ്പിച്ചിട്ടുള്ളത്. അവിടെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം എത്തിയിട്ടുള്ളത്. സെബാസ്റ്റ്യനുമായി തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന്റെ ഒരു ഘട്ടത്തിൽ നടന്നുകൊണ്ട് ആ തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങൾ നടന്നുമ്പോഴാണ് ഏറ്റവും നിർണായകമായ ഈ കേസിൽ, അതായത് ജൈനമ്മയുടെ തിരോധാനത്തിന് ശേഷം ജൈനമ്മയുടെ സ്വർണം സെബാസ്റ്റ്യൻ വിറ്റു എന്നുള്ള ഒരു നമ്മളുടെ അന്വേഷണത്തിൽ നമുക്ക് സ്ഥിരീകരിക്കാൻ ലിങ്ക് ചെയ്തു വരുന്നുണ്ട്. നേരത്തെ സെബാസ്റ്റ്യൻ ജൈനമ്മയുടെ മൊബൈൽ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഈ ജുവലറിയിൽ, വെങ്കടേശ്വർ ജുവലറിയിൽ ക്രൈംബ്രാഞ്ച് സംഘം പരിശോധന നടത്തുന്നതാണ്. ഈ ജുവലറി ഉടമയുടെ പ്രതികരണമാണ് നേരത്തെ ന്യൂസ് 18 എടുത്തത്. ഇതേ ജുവലറിയിൽ തന്നെയാണ് സെബാസ്റ്റ്യൻ സ്വർണ്ണാഭരണം വിറ്റത്. 3 പവൻ സ്വർണം, അത് ജൈനമ്മയുടെ സ്വർണം എന്ന് തന്നെയാണ് ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നത്. കാരണം അതേ സമയത്ത് തന്നെയാണ് ജൈനമ്മയെ കാണാതായത്. 2024 ഡിസംബർ 24-നാണ് ജൈനമ്മയെ കാണാതാവുന്നത്. 24-നും 30-നും ഇടയിൽ, ആ സമയത്താണ് ജൈനമ്മയെ കാണുന്നില്ല എന്നുള്ള പരാതി വരികയും ചെയ്തത്. ഇതേ സമയത്ത് തന്നെയായിരുന്നു. ഈ സമയത്താണ് ഈ ഇടപാട് നടന്നത്. ചേർത്തലയിൽ തന്നെയുള്ള കുന്നത്ത് ഫിനാൻസ് എന്ന സ്ഥാപനത്തിൽ സ്വർണ്ണാഭരണം പണയം വെച്ചിട്ടുണ്ട്, അത് എടുക്കുവാൻ സഹായിക്കണം എന്ന് വെങ്കടേശ്വർ ജുവലറിയിലെ ഉടമയ്ക്ക് ഒരു ഫോൺ വരികയാണ് ചെയ്യുന്നത്. അത് സെബാസ്റ്റ്യനാണ് വിളിച്ചത്. അത് സഹായിക്കാമെന്ന് ജുവലറി ഉടമ സമ്മതിക്കുകയും കുന്നത്ത് ഫിനാൻസിൽ ചെല്ലുകയും അവിടെ നിന്ന് അടയ്ക്കുവാനുള്ള പണം നൽകിയതിനു ശേഷം സ്വർണ്ണാഭരണം എടുക്കുകയും ചെയ്തു. അത് ഏകദേശം 1,25,000-ഓളം രൂപ അടയ്ക്കാനുണ്ടായിരുന്നു. 1,50,000-ഓളം രൂപയാണ് സെബാസ്റ്റ്യന് നൽകാനായി ഈ സ്വർണത്തിന് വിലയിട്ടത്. സെബാസ്റ്റ്യൻ ഉടൻ തന്നെ ജുവലറി ഉടമയിൽ നിന്ന് ഈ പണം വാങ്ങിയില്ല. 2 ദിവസം കഴിഞ്ഞാണ് ജുവലറിയിൽ വന്ന് ഈ പണം കളക്ട് ചെയ്തത്. അപ്പോൾ ഇതേ സമയത്ത് തന്നെയായിരുന്നു ജൈനമ്മയെ കാണാനില്ല എന്നു കാട്ടി പോലീസിൽ പരാതി വന്നത്. ഏറ്റുമാനൂർ സ്വദേശിയാണ് ജൈനമ്മ. പക്ഷേ ജൈനമ്മയെ കാണാതാകുമ്പോൾ ജൈനമ്മയുടെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ ചേർത്തല പള്ളിപ്പുറം ഭാഗത്തായിരുന്നു എന്നുള്ള കാര്യം പിന്നീട് പോലീസിന് മനസ്സിലാവുകയും ചെയ്തിരുന്നു. പിന്നീട് കേസ് അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ചിനും മനസ്സിലായിരുന്നു. ഇതേ തുടർന്നുള്ള അന്വേഷണമാണ് മുന്നോട്ട് പോയിരുന്നത്. അതിനിടയിലാണ് കത്തിക്കരിഞ്ഞ നിലയിലുള്ള മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടത് സെബാസ്റ്റ്യന്റെ പുരയിടത്തിൽ. സെബാസ്റ്റ്യൻ പിടിയിലാവുകയാണ് ചെയ്തത്. ഇപ്പോൾ സെബാസ്റ്റ്യൻ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലാണ്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം ഇതേ ജുവലറിയിൽ പരിശോധന നടത്തുന്നു. ഇതിനിടയിലാണ് മറ്റു കുറേ സംഭവങ്ങൾ കൂടി വരുന്നത്. ബിന്ദു പത്മനാഭൻ എന്ന യുവതിയെ 2006-ൽ കാണാതായത്, അതും ചേർത്തല പരിസരങ്ങളിൽ നിന്നായിരുന്നു. അവിടെ നിന്ന് കാണാതായതിൽ സംശയ നിഴലിലായിരുന്നു ഇതേ സെബാസ്റ്റ്യൻ. അത് കഴിഞ്ഞ് മറ്റൊരു വാർത്ത കൂടി പുറത്തുവിടുന്നു. അത് ന്യൂസ് 18-നാണ് ആ വാർത്ത പുറത്തുവിട്ടത്. ആയിഷ എന്നുള്ള യുവതിയെ കാണാനില്ലായിരുന്നു എന്നുള്ള പരാതി. ഇക്കാര്യത്തിലും സെബാസ്റ്റ്യനാണ് സംശയ നിഴലിൽ. ഇന്ന് മറ്റൊരു വാർത്ത കൂടി വരുന്നു. അതും ന്യൂസ് 18 പുറത്തുവിട്ടതാണ്. ബിന്ദു എന്ന സിന്ധുവിനെ കാണാനില്ല എന്നുള്ള പരാതി. അപ്പോൾ ആകെ നോക്കുമ്പോൾ 4 സ്ത്രീകളുടെ തിരോധാനമാണ് നടന്നിരിക്കുന്നത്. 2006-ൽ, 2012-ൽ, 2020-ൽ, 2024-ൽ. അതിനിടയ്ക്ക് മറ്റൊരു സ്ത്രീയുടെ നിർണായകമായ വെളിപ്പെടുത്തലും വന്നിരുന്നു. റോസമ്മ എന്ന ആളാണ് ന്യൂസ് 18-നോട് ആ വെളിപ്പെടുത്തൽ നടത്തിയത്. അവരും സെബാസ്റ്റ്യനാൽ കൊല്ലപ്പെട്ടേനെ എന്നുള്ള ഞെട്ടിക്കുന്ന കാര്യമാണ് അവർ ന്യൂസ് 18-നോട് പറഞ്ഞത്. ആയിഷയും റോസമ്മയും തമ്മിൽ അടുത്ത സുഹൃത്തുക്കളായിരുന്നു, അടുത്തടുത്ത വീടുകളിൽ താമസിക്കുന്നവരായിരുന്നു. അതിനിടയിലാണ് ആയിഷയെ കാണാതാവുന്നത്. റോസമ്മയും ചില സാമ്പത്തിക ഇടപാടുകൾ സെബാസ്റ്റ്യനുമായിട്ട് നടത്തിയിരുന്നു. പക്ഷേ അത് പിന്നീട് വേണ്ടെന്ന് വെക്കുകയായിരുന്നു. അങ്ങനെ താൻ രക്ഷപ്പെടുകയായിരുന്നു ഉണ്ടായതെന്ന് റോസമ്മ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളെ വശീകരിച്ച് അവരുടെ സ്വത്ത് തട്ടിയെടുക്കുന്നു, അവരെ കൊലപ്പെടുത്തുന്നു. ഈ മാർഗമാണ് സെബാസ്റ്റ്യൻ സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ആളാണ് സെബാസ്റ്റ്യൻ എന്ന രീതിയിലേക്കാണ് അന്വേഷണം പോകുന്നത്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ജുവലറിയിൽ പരിശോധന നടത്തുന്നതാണ്. ശരണ്യ, ഇപ്പോൾ കുറേയേറെ വിവരങ്ങൾ വന്നു കഴിഞ്ഞുവല്ലോ. മൊബൈൽ ഫോണിന്റെ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ട്. ജൈനമ്മയുടെ മൊബൈൽ ഫോൺ
സൂക്ഷിച്ചിരുന്നു സെബാസ്റ്റ്യൻ എന്ന കാര്യം, ഇപ്പോൾ സ്വർണം വിറ്റു എന്ന കാര്യം കൂടി വരുന്നു. അപ്പോൾ സ്വാഭാവികമായും ജൈനമ്മയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യവും സെബാസ്റ്റ്യനിൽ നിന്ന് അറിയേണ്ടതുണ്ടല്ലോ. പക്ഷേ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൽ നിന്ന് ഒടുവിൽ കിട്ടുന്ന വിവരങ്ങൾ, അല്ലേ? തീർച്ചയായിട്ടും അന്വേഷണവുമായി ഒരു ഘട്ടത്തിലും സഹകരിക്കുന്നില്ല എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ഈ സെബാസ്റ്റ്യൻ ജൈനമ്മയുമായി ഒരു ബന്ധവുമില്ല എന്നുള്ള നിലയിൽ തന്നെയാണ് അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് നിന്നിട്ടുള്ളത്. ഓരോ പ്രാവശ്യവും ബുദ്ധിപൂർവ്വം അയാൾ തന്റെ ആരോഗ്യസ്ഥിതികളെ അടക്കം മുന്നോട്ട് വെച്ചുകൊണ്ട് അന്വേഷണ സംഘത്തെ പ്രതിരോധിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിൽ തന്നെയാണ് ബിന്ദു പത്മനാഭൻ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ നാർക്കോ അനാലിസിസ് ടെസ്റ്റിന് ഇയാളെ വിധേയനാക്കാനായി പോലീസ് തീരുമാനിക്കുന്ന ഘട്ടത്തിൽ തനിക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇയാൾ കോടതിയെ സമീപിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് അനുകൂല വിധി സമ്പാദിച്ചുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന രീതിയിലേക്ക് സെബാസ്റ്റ്യൻ എത്തി എന്നുള്ളതാണ്. വളരെ ട്രെയിൻഡ് ആണ്. അതായത് 2006 ബിന്ദു പത്മനാഭനെ കാണാതാകുന്ന ഘട്ടം മുതൽ തന്നെ ഇയാൾക്ക് ആവശ്യത്തിലധികം പണം ബിന്ദുവിന്റെ സ്വത്തുവകകൾ മറ്റു രീതിയിൽ കൈക്കലാക്കിയതിന്റെ വശത്ത് ഇയാൾക്ക് ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അഭിഭാഷകർ, പോലീസിലെ സംവിധാനങ്ങൾ, അങ്ങനെ അടക്കം ഒരുപാട് പേരെ ഇയാളുടെ കൂടെ ചേർത്ത് തന്നെയാണ് ഓരോ ഘട്ടത്തിലും മുന്നോട്ട് പോകുന്നത്. വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളായാണ് അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് സെബാസ്റ്റ്യൻ ഇരിക്കുന്നത് എന്നുള്ളതാണ്. വളരെ ദുരൂഹതയാണ് മഞ്ജുഷ. അതായത് വീട്ടിലെ ഒരു കുളത്തിൽ മുഷിയെ വളർത്തുന്നു. ഒപ്പം തന്നെ അന്വേഷണ സംഘം 2017 ഐഷയുമൊക്കെയായി ബന്ധപ്പെട്ട കേസുകൾ അന്വേഷിക്കുന്നതിനായി ആ കോമ്പൗണ്ടിൽ അസ്ഥികൾ കൂട്ടിയിട്ട് കത്തിച്ച നിലയിൽ കണ്ടെത്തിയ ആ കോമ്പൗണ്ടിലേക്ക് എത്തിയപ്പോൾ അവിടെ മുഴുവൻ കക്കൂസ് മാലിന്യം അടിച്ച് അന്വേഷണ സംഘത്തിനകത്തേക്ക് കയറാൻ കഴിയാത്ത രീതിയിൽ ആ പ്രതിരോധം സൃഷ്ടിക്കുന്ന സെബാസ്റ്റ്യൻ. ഒപ്പം തന്നെ നമ്മൾ ഇന്നലെ കണ്ട റോസമ്മ വളരെ വ്യക്തമായി പറയുന്നുണ്ട് സെബാസ്റ്റ്യൻ എന്തും ചെയ്യുന്ന ആളാണ് എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ ഒരുമിച്ച് പെൺസുഹൃത്തായി നിലനിൽക്കുകയും വിവാഹത്തിലേക്ക് വരെ എത്താമെന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തുകയും ചെയ്ത ആളാണ് റോസമ്മയുടെ വാക്കുകൾ വളരെയധികം ആ കേസിൽ നിർണായകമാണ് എന്നുള്ളതാണ്. ആയിഷ തിരോധാനവുമായി ബന്ധപ്പെട്ട സെബാസ്റ്റ്യന് കൃത്യമായ പങ്കുണ്ട് എന്ന് അവർ വ്യക്തമാക്കുന്നു. ഇവർ 3 പേരും ഒരുമിച്ച് ഒരുപാട് കാലം സൗഹൃദത്തിൽ ഉണ്ടായിരുന്നവരാണ്. വീടിന്റെ രജിസ്ട്രേഷൻ നടത്തുന്നതിന് തലേ ദിവസമാണ് ആയിഷ മിസ്സിംഗ് ആവുന്നത്. ആയിഷ പണം വാങ്ങുന്നതിനായി, തന്റെ വീടിന്റെ രജിസ്ട്രേഷൻ നടക്കുന്നതിനായി താൻ കരുതി വെച്ചിരുന്ന പണം വാങ്ങുന്നതിനായി, ബാക്കിയുള്ള പണം വാങ്ങുന്നതിനായി സെബാസ്റ്റ്യന്റെ അടുത്തേക്ക് പോയതാണ് എന്നുള്ള കൃത്യമായ വെളിപ്പെടുത്തലായി നമ്മളുടെ റോസമ്മയുടെ ഭാഗത്ത് നിന്ന് നമ്മളോട് ഉണ്ടായി എന്നുള്ളതാണ്. എന്തായാലും ആ വെളിപ്പെടുത്തിയ ശേഷം ആലപ്പുഴയിൽ നിന്നുള്ള, ചേർത്തലയിൽ നിന്നുള്ള 2 ടീമുകളായുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് സംഘം അവിടെ എത്തി റോസമ്മയിൽ നിന്ന് വിവരങ്ങൾ തേടിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ വലിയൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങളിലേക്ക് ഇതുവരെ ഇത്രയും പ്രധാനമായ, പ്രത്യേകിച്ച് ചേർത്തലയിൽ നിന്ന് 3 സ്ത്രീകൾ, ഒപ്പം തന്നെ ഏറ്റുമാനൂരിൽ നിന്ന് 1 സ്ത്രീ ഉൾപ്പെടെ 4 സ്ത്രീകൾ കാണാതായ, സമാന രീതിയിൽ കാണാതാകുന്ന സ്ത്രീകളുടെ വീടുകളിലേക്ക് മൊബൈൽ ഫോണിൽ മിസ് കോളുകൾ വരിക, അവർ എവിടെയെങ്കിലും ഉണ്ട്, കോളുകൾ എടുക്കുമ്പോൾ മിണ്ടാതിരിക്കുക, അങ്ങനെ സെയിം മോഡസ് ആണ് എല്ലായിടത്തും ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ആ രീതിയിൽ ഭർത്താക്കന്മാരാൽ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകളാണ് ടാർഗറ്റ് ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള കൃത്യമായ എല്ലാ കേസുകളിലും ഒരു സമാന രീതിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് പുറത്തുവിട്ട ബിന്ദു എന്ന് വിളിക്കുന്ന സിന്ധുവിന്റെ തിരോധാന കേസ്. റിപ്പോർട്ടിലേക്ക് വരാം. ഇന്ന് ന്യൂസ് 18 പുറത്തുവിട്ട ഒരു പുതിയ വാർത്തയാണ് സിന്ധു എന്ന ബിന്ദു, അല്ലെങ്കിൽ ബിന്ദു എന്ന സിന്ധു, എങ്ങനെ വേണമെങ്കിലും പറയാം. നേരത്തെ ബിന്ദു പത്മനാഭനായിരുന്നു, ജൈനമ്മ വന്നു, പിന്നെ ആയിഷ വന്നു, ഇപ്പോൾ ബിന്ദു എന്ന സിന്ധു. ഇവരുടെ തിരോധാനവും ഇപ്പോൾ ഇതേ അന്വേഷണ പരിധിയിൽ തന്നെ വരികയാണ്. കാരണം ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ നോക്കുമ്പോൾ ഒരേ രീതിയിൽ തന്നെയാണ് ഈ മാൻ മിസ്സിംഗ് സംഭവിച്ചിരിക്കുന്നത്. 2020 ചേർത്തല തിരുവിഴയിൽ നിന്ന് സിന്ധു എന്ന് വിളിക്കുന്ന ബിന്ദുവിനെ കാണാതായത്. അന്ന് തന്നെ പരാതി ഉണ്ടായതാണ്, അന്വേഷണം ഉണ്ടായതാണ്. പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് കേസന്വേഷണം അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. വീട്ടിൽ നിന്ന് തിരുവിഴ ക്ഷേത്രത്തിലേക്ക് പോയ സിന്ധു പിന്നീട് മടങ്ങി വന്നിട്ടില്ലെന്നാണ് കുടുംബം പറയുന്നത്. ഇതേക്കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ പോലീസ് വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. മകളുടെ വിവാഹത്തിന് 2 മാസം മാത്രം അവശേഷിക്കുകയായിരുന്നു ബിന്ദുവിന്റെ അപ്രതീക്ഷിതമായ തിരോധാനം. ഇതും ന്യൂസ് 18 എക്സ്ക്ലൂസീവ് വാർത്തയാണ്. ഇതേക്കുറിച്ചും അന്വേഷണം തുടങ്ങി.